വിവരമുള്ളവർ പറയും, പുരയ്ക്ക് തീ പിടിക്കുമ്പോഴല്ല വാഴ വെട്ടാൻ ഓടേണ്ടത്. അവസരവാദപരമാണ് ആ സമീപനം. രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ചെറിയ അല്ലറ ചില്ലറ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പടച്ചുവിടുന്ന പ്രസ്താവനകൾ, എത്തിച്ചേരുന്ന ചില നിഗമനങ്ങൾ, അതുപോലെ സോഷ്യൽ മീഡിയയുടെ അനാരോഗ്യപരമായ യൂസ്, അത് റെസ്പോൺസിബിൾ ആളുകൾ തരം ചെയ്താലോ അത് മ്ലേച്ഛമെന്നേ പറയാനാവൂ. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില വിഴുപ്പലക്കലുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചു. അത് എങ്ങനെയാണ് യുദ്ധ ഒരുക്കങ്ങളെ ബാധിക്കുന്നതെന്നും ഇതൊഴിവാക്കി എങ്ങനെ മുന്നോട്ട് പോകാം എന്നും ഉള്ള ഒരു ഇതിവൃത്തമാണ് ഈ വീഡിയോയിൽ പ്രതിപാദ്യ വിഷയമായി സ്വീകരിച്ചിട്ടുള്ളത്. നോക്കൂ, കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഓഫ് ഇന്ത്യ എക്സ് ഹാൻഡിലിൽ വന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെ ഗയാബ്, അതായത് മിസ്സിങ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ മിസ്സിങ് ആണ്. ഇപ്പോൾ കറുത്ത ചെരുപ്പും കുർത്ത പൈജാമയും ധരിച്ച് തലയില്ലാത്ത ഒരു രൂപം. ആർഗ്യുബിളി അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപമാണ്. ഇവിടെ അതായത് റോം കത്തിയെരിയുമ്പോൾ രാജാവിന് വീണ വായന, അല്ലേ, നീറോ ചക്രവർത്തി വീണ വായിക്കുന്നു എന്ന മട്ടിൽ എല്ലാം കലങ്ങി മറിഞ്ഞ് നിൽക്കുമ്പോൾ മോദിയെ കാണാനില്ല. അത് സത്യവിരുദ്ധമായൊരു കാര്യമാണ്. മോദി മുൻനിരയിൽ തന്നെ ഉണ്ട്. പാർലമെൻ്ററി സംയുക്ത ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു ഓൾ പാർട്ടി മീറ്റിങ്ങിൽ മോദി പങ്കെടുത്തില്ല എന്നത് മാത്രമാണ് അതിലേക വിമർശനമായി പ്രതിപക്ഷത്തിന് ഉന്നയിക്കാമെങ്കിൽ ഉന്നയിക്കാവുന്ന ഏക കാര്യം. മറ്റെല്ലാ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ ഒരു ശ്രദ്ധ പതിഞ്ഞതായും അദ്ദേഹം വേണ്ട രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയതായും യോഗങ്ങൾ വിളിച്ചു കൂട്ടിയതായും എല്ലാം നിറഞ്ഞു നിന്നതായി നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഒരു പ്രസ്താവനയെ കോൺഗ്രസ് പാർട്ടിയുടെ സഖ്യകക്ഷികൾ ആദ്യം അതിനെ എതിർത്ത് തൃണമൂൽ കോൺഗ്രസ്സാണ്. മമതാ ബാനർജി ആവശ്യത്തിലും അവനവസരത്തിലും എല്ലാം കോൺഗ്രസിന് ഒരു കൊട്ടു കൊടുക്കാൻ കഴിയുമോ എന്ന് നോക്കി നിൽക്കുന്ന ഒരാളാണ്. കോൺഗ്രസിൻ്റെ ആ പ്രസ്താവന ഇന്ത്യ മുന്നണിയുടെ തീരുമാനമല്ല, ഇത് കോൺഗ്രസിൻ്റെ മാത്രം കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാടെ അവഗണിച്ചു. ഈ സമയത്തല്ല ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തേണ്ടത്, ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ട സമയമാണ് എന്ന് മമതാ ബാനർജിയുടെ പ്രസ്താവന. അതേപോലെ തന്നെ മായാവതിയുടെ പ്രസ്താവന വന്നു. മായാവതി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമൊന്നുമല്ല എങ്കിലും മായാവതിയുടെ പ്രസ്താവന വന്നു. ഇത് അനാരോഗ്യപരമായ ഒരു കാര്യമാണ്. അതുപോലെ മറ്റ് പല സഖ്യകക്ഷികളുടെ ഭാഗത്ത്, NCP ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണമല്ല ഉണ്ടായത്. കോൺഗ്രസിന് പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. പിൻവലിച്ചു എന്നത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളിയായ KC വേണുഗോപാലാണല്ലോ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായി നിറഞ്ഞു നിൽക്കുന്നയാൾ വേണുഗോപാലാണല്ലോ. വേണുഗോപാൽ ചാട്ടവാറെടുത്തു. വേണുഗോപാൽ പറഞ്ഞു പെരുമാറ്റച്ചട്ടം ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ DCC ഓഫീസ് ഉദ്ഘാടന വേളയിൽ ഒരു പെരുമാറ്റച്ചട്ടം ലംഘിച്ച്, അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം അതുകൊണ്ടാണല്ലോ ഉണ്ടായത്, എല്ലാവരും കൂടി നിരന്ന് നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇടിച്ച് ഫോട്ടോ എടുക്കുകയാണ്. അതിൽ നിന്നും ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകുന്നു. കൃത്യമായ പേരെഴുതി വെച്ച ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊള്ളണം. അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്കാരം ഒരു ആൾക്കൂട്ട സംസ്കാരമാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴൊരു മാസ് പാർട്ടിയാണ്. ഒരു ആൾക്കൂട്ട സംസ്കാരം, ആർക്കും കടന്നു വരാം, ആർക്കും പോകാം, എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു സാഹചര്യം, ആ ഒരു അഴകുടമ്പൻ സാഹചര്യം ഇവിടെയും കാട്ടുന്നു. ഇത് അപകടമാണ്. കാരണം സാധാരണ മീറ്റിങ്ങുകളിൽ അങ്ങനെയൊക്കെ ആകാം. പക്ഷേ രാജ്യസുരക്ഷയുമായ വിഷയം വരുമ്പോൾ, നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ കൃത്യമായ നിലപാട് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അല്ലെങ്കിൽ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ പൂർണ്ണ പിന്തുണ ഗവൺമെൻറ്റിന് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചതാണ്. ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ചില കല്ലുകടികളുണ്ട്, സുരക്ഷാ വീഴ്ചയുണ്ട്, അതെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാം, ആലോചിക്കാം, അതിനുള്ള സമയമല്ലിത്. ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടമാണ്. ഇപ്പോൾ സജ്ജമായി നിൽക്കുന്നു. പാകിസ്ഥാന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഈ തിരിച്ചടി നൽകാനായി ഇന്ത്യ ക്യാബിനറ്റ് തലത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. ഏത് നിമിഷവും സംഘർഷം പൊട്ടിപ്പുറപ്പെടാം. ആ സമയത്ത് ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ ഭാരതത്തിന് ഒരു നേതാവില്ല എന്ന പ്രചരണം കോൺഗ്രസ് അല്ല ആര് കൊടുത്താലും തെറ്റാണ്. അത് മോദി എന്ന വ്യക്തിയല്ല ഇവിടെ വിഷയം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒളിച്ചോടിയിരിക്കുന്നു എന്ന പോസ്റ്റ് അപലപനീയമാണ് എന്ന് കോൺഗ്രസ് തുറന്നിപ്പോൾ സമ്മതിക്കുന്നു. ആ ഒരു പോസ്റ്റിന്
തുടർന്ന്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് ഓൺലി സ്പോക്സ് പേഴ്സൺസ് ഷാൽ സ്പീക്ക്. അത് മാത്രമല്ല, അവരുടെ മനസ്സിൽ തോന്നുന്നതല്ല, കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടല്ലാതെ ആകാതെ കൃത്യമായി ചുമതലപ്പെടുത്തിയ ഔപചാരിക സ്പോക്സ്മെൻ, വക്താക്കൾ മാത്രമേ മാധ്യമങ്ങളെ കാണാവൂ. അല്ലാത്ത ഏത് പ്രസ്താവനയും അനവസരത്തിലാകും, ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന ഒരു കാഴ്ചപ്പാട് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നു. അതേപോലെ തന്നെ കോൺഗ്രസിനെതിരെയും. അപ്പോൾ ഈ അവസരത്തിൽ കോൺഗ്രസിനെതിരെ പറയുന്നത്, കാരണം ഈ ഭാരതത്തിൽ മുഴുവൻ രാഷ്ട്രീയമായ ഒരു പോർവിളികൾ, ഗ്വാ വിളികൾ നടക്കുന്നു എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കാതുകൾക്ക് ഇമ്പമാകും. കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. അമേഠിയിൽ അനവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിൽ. അമേഠി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാന ഓഫീസിന് ചുറ്റും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സപ്പോർട്ടർ ഓഫ് ടെറർ, രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ഭീകരതയെ പിന്തുണയ്ക്കുന്നയാൾ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പോസ്റ്റർ വരികയാണ്. അപ്പോൾ ഇത് വളരെ അനാരോഗ്യപരമായ കാര്യമാണ്. അതുമാത്രമല്ല, ഈ BJPയുടെ സമുന്നതരായ പല നേതാക്കളും പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പാകിസ്ഥാൻ്റെ ലൈൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തൊരു മ്ലേച്ഛമായ കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ദേശസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ട്. ഇതുവരെയുള്ള കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന 30 വർഷത്തിലധികം സ്വാതന്ത്ര്യാനന്തരം 30 വർഷം തുടർച്ചയായി ഭരിക്കുകയും പിന്നീടും ഭരിക്കുകയും ഒക്കെ ചെയ്ത ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് ആണ് ഭരിച്ചത് ഇന്ത്യ. ഓർക്കണം, കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവുമാണ് യുദ്ധസമയത്തെല്ലാം തന്നെ രാജ്യത്തെ ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ട് പോയി. നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ അവരെക്കുറിച്ച് ഇത് പറയുന്നത് ശരിയല്ല. അതുമാത്രമല്ല, BJPയുടെ സംബിത് പത്ര ഒരു പ്രസ്താവനയിലൂടെ പറയുകയാണ്, കോൺഗ്രസ് ഈസ് എ പാർട്ട് ഓഫ് നോട്ട് ഇന്ത്യ ഫ്രണ്ട്, ഇന്ത്യ ഫ്രണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് കുറേ കാലമായി കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണി കക്ഷികളെയും പരിഹസിക്കാനായി ഇന്ത്യ എന്നാണ് പറയുക. പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടത്തി പറയുന്നു, കോൺഗ്രസ് ഈസ് ആൻ പിണ്ടി പാർട്ടി. പിണ്ടി എന്ന് പറയുന്നത് റാവൽപിണ്ടിയുടെ ഷോർട്ട് ഫോമാണ്. റാവൽപിണ്ടി ആണല്ലോ പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനം, പാകിസ്ഥാൻ്റെ മിലിറ്ററി ആസ്ഥാനം. അപ്പോൾ പാകിസ്ഥാൻ്റെ സൈനിക ജനറൽ ഉൾപ്പെടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് റാവൽപിണ്ടിയിലാണ്. ഇസ്ലാമാബാദിനോടടുത്ത് കിടക്കുന്ന റാവൽപിണ്ടിയിലാണ്, ഇസ്ലാമാബാദിലല്ല. അപ്പം റാവൽപിണ്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അതായത് പാകിസ്ഥാൻ സൈന്യത്തിന് താല്പര്യമനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും പോകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഇറ്റ് ഇസ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. ഈ തമാശയാണ്, ആലങ്കാരിക പ്രയോഗമാണ്, റൈം ചെയ്യുന്ന വാക്കുകളാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊരു അവസരത്തിലല്ല ഭരണപക്ഷം പ്രതിപക്ഷത്തെയും വിമർശിക്കേണ്ടത്, ഈ സമയത്തല്ല. അതുപോലെ കോൺഗ്രസ് പാർട്ടി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്, പ്രത്യേകം ശക്തമായ ആവശ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഒരു പാർലമെൻറ്റ് സമ്മേളനം, സ്പെഷ്യൽ പാർലമെൻറ്റ് മീറ്റ് ഉണ്ടാകണം. തെറ്റൊന്നുമില്ല, പക്ഷേ അതിനുള്ള സമയമായോ എന്നറിയില്ല. അപ്പം കമ്പൈൻ മീറ്റാണ്. അപ്പം അത് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ പാർലമെൻറ്റ് സമ്മേളനം ഉണ്ടാകണമെങ്കിൽ ഈ പാർലമെൻറ്ററി കാര്യ കമ്മിറ്റിയിലേക്ക് അത് വരണം. എങ്കിലേ സമയക്രമം നിശ്ചയിക്കാനൊക്കെ. അതിൻ്റെ ചുമതലയുള്ള മന്ത്രി അർജുൻ റാം മേഘവാൾ പറഞ്ഞു അത് റെലവൻറ്റ് കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യും, അതിനുശേഷം തീരുമാനിക്കാം. ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്തെ ചെറിയ ലാഭത്തിന് വേണ്ടി ചില ചക്കളത്തി പോരാട്ടങ്ങളിൽ ഇടപെട്ടാൽ അതിൻ്റെ പ്രയോജനം പാകിസ്ഥാനാവും. 2 ഉദ്ദേശങ്ങളായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. പഹൽഗാമിൽ ബൈസറൻ വാലിയിൽ ആക്രമണം നടത്തുമ്പോൾ 2 ഉദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. ഒന്ന്, മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ ഒരു ചേരിതിരിവുണ്ടാക്കുക. മതം പറഞ്ഞ് ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു എന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ ഭൂരിപക്ഷ മത വിഭാഗങ്ങൾ ന്യൂനപക്ഷത്തിനെതിരെ ആക്രമണം സംഘടിപ്പിക്കും, ന്യൂനപക്ഷങ്ങൾ ചെറുത്ത് നിൽക്കും, രക്തപ്പുഴ ഒഴുകും. ഇതായിരുന്നു ഒരു ആഗ്രഹം. ആ മോഹം പൂത്തുലഞ്ഞില്ലല്ലോ. എന്ത് പക്വമായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിച്ചത്. അതൊന്ന്. 2, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം കലങ്ങി മറിയും. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ധോരണികൾ കൊണ്ട് ഏറ്റുമുട്ടും. അതിനിടയിൽ നിന്നുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടാക്കാം. ഇതായിരുന്നു പാകിസ്ഥാൻ്റെ താല്പര്യം, പാകിസ്ഥാൻ്റെ ഒരു ചിന്ത അങ്ങനെയായിരുന്നു. പക്ഷെ അതിന് നമ്മളായി, ഇന്ത്യയുടെ നേതാക്കളായി BJPയും കോൺഗ്രസും നേതാക്കന്മാർ അതിന് വഴിമരുന്ന് ഇട്ട് കൊടുക്കാതെ ഇരിക്കുക. അതുകൊണ്ട് ഗയാബ് മിസ്സിങ്, മോദി ഈസ് നോട്ട് മിസ്സിങ്, മോദി ഈസ് വെരി മച്ച് അറൗണ്ട്. അറ്റ് ദ സെയിം ടൈം രാഹുൽ ഗാന്ധി ഈസ് നോട്ട് എ ട്രൈറ്റർ, രാജ്യദ്രോഹിയല്ല, പാകിസ്ഥാൻ പക്ഷപാതിയല്ല, റാവൽപിണ്ടിയോടല്ല,
ന്യൂഡൽഹിയോട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും കൂറ്. അതുകൊണ്ട് മോദിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ രാജ്യത്തോടുള്ള കൂറോ കമ്മിറ്റ്മെൻറ്റോ ചോദ്യം ചെയ്യാനുള്ള സമയമല്ല ഇത് എന്നും രാഷ്ട്രീയ പോരാട്ടങ്ങളൊക്കെ നമുക്ക് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അവസാനിച്ച് പൂർണ്ണ സമാധാനം വന്നതിന് ശേഷം ആകാം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആവശ്യകത ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.